ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ആ അച്ഛനും മകളും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ് പരാതി കൊടുക്കാനായിട്ട്. അങ്ങനെ എസ് ഐയോട് കാര്യങ്ങൾ ചെന്ന് പറയും. എസ് ഐ ചോദിക്കും, ഈ ആഭരണങ്ങൾ എവിടെ വെച്ച് നഷ്ടപ്പെട്ടു എന്നാണ് നിങ്ങൾക്ക് മനസ്സിലായത്? അത് സാർ, ജ്വല്ലറിന്ന് തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായത്. സിയോയ്ക്കും ജ്വല്ലറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വേറെ എവിടേക്കൊക്കെ പോയി, എവിടെയും പോയിട്ടില്ല. അതിന് മുന്നിൽ നിന്ന് തന്നെ ഒരു ഓട്ടോ വിളിച്ചു. ആ ഓട്ടോ കേടായപ്പോൾ വേറൊരു ഓട്ടോയിലാണ് വീട്ടിലെത്തിയത്. സിയോയ്ക്കും ഇതിലെവിടെ വെച്ചായിരിക്കാം ആഭരണം നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. അപ്പോൾ ആ കുട്ടി പറയും, ഈ രണ്ട് ഓട്ടോയിൽ എവിടെയെങ്കിലും മറന്നു വെച്ചതായിരിക്കും. അപ്പോൾ സി ഐ പറയും, ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം കയറിയ ഓട്ടോ ജ്വല്ലറീൻ്റെ മുന്നിലല്ലേ? അവിടുത്തെ CCTV ചെക്ക് ചെയ്താലേ ആ ഓട്ടോൻ്റെ വിവരങ്ങൾ കിട്ടും. രണ്ടാമത്തെ ഓട്ടോ കണ്ടുപിടിക്കാൻ അധിക താമസമില്ല. എന്തായാലും നിങ്ങൾ പരാതി എഴുതി കൊടുത്തിട്ട് പോയിക്കോളൂ, ഞങ്ങൾ അന്വേഷിക്കാം. അപ്പോഴും ആ കുട്ടിയുടെ അച്ഛൻ സങ്കടത്തോടു കൂടി, ആഭരണങ്ങൾ തിരികെ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല സാർ എന്ന് പറഞ്ഞ് കരയാണേ. അങ്ങനെ അവിടുന്ന് കട്ട് ചെയ്തിട്ട് പിന്നീട് കാണിക്കുന്നത് രാഘവേട്ടൻ ഇങ്ങനെ ഉമ്മർത്തിരിക്കുമ്പോൾ വിഷ്ണു ധൃതിയിൽ മാറ്റി റെഡിയായി വരണേ. അച്ഛാ, 10 മണിയാകുമ്പോഴേക്കും ഞാൻ തിരിച്ചു വരും, റെഡി ആയിരുന്നോണേ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ രാഘവേട്ടൻ ചോദിക്കും, അതെന്തിനാ? വിഷ്ണുക്കും എന്തിനാന്നോ? അപ്പൊ പറഞ്ഞതൊക്കെ മറന്നോ? ഇന്ന് ഹോസ്പിറ്റലിൽ പോകണ്ടേ? നമുക്കൊരു വിശദമായ ചെക്കപ്പ് നടത്തിയിട്ട് തിരിച്ചു വരാം, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ, എടാ മോനെ ഒന്ന് നോക്കിയേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ വിഷ്ണുക്കും എന്താ എന്താ പ്രശ്നം, എന്താ എടാ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്കിപ്പോ പറയത്തക്ക കുഴപ്പങ്ങളൊന്നുമില്ല, പിന്നെ എന്തിനാടാ കൊണ്ടുപോയി ക്യാഷ് കളയുന്നത്? അതിന് വിഷ്ണു പറയുന്നത്, അച്ഛനല്ല അസുഖം തീരുമാനിക്കേണ്ടത്, ഡോക്ടേഴ്സാണേ. അപ്പോൾ രാഘവേട്ടൻ പറയും, എടാ, എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ അവരെ കാണേണ്ട ആവശ്യമുള്ളൂ. വിഷ്ണു പറയും, ഓ അത് ശരി, അപ്പൊ പോണ്ടെന്നാ പറയുന്നത്. രാഘവേട്ടൻ പറയും, അതൊന്നും വേണ്ട. പിന്നെ നീ ഷാനിയുടെ അടുത്തേക്കൊന്ന് പോണേ. വിഷ്ണുക്കും ഷാനിയുടെ അടുത്തേക്കോ? രാഘവേട്ടൻ പറയും, വിഷ്ണുക്ക് അതെന്തിന്? എടാ, ഇന്ന് രാവിലെ ഫോൺ വിളിച്ചു പറഞ്ഞായിരുന്നു നിന്നെ എങ്ങനെയെങ്കിലും അങ്ങോട്ട് പറഞ്ഞയക്കണമെന്ന്. കാര്യമൊക്കെ അവൾ തന്നെ പറയൂടാ. വിഷ്ണു ഏയ്, എനിക്കൊരു ഓട്ടോ ഉള്ളതാ, അതൊന്നും ശരിയാവില്ല, ഞാൻ അവളെ വിളിച്ചു പറഞ്ഞു. അതിന്റെ ഇടയിൽ അച്ഛൻ്റെ ഓരോ എന്നൊക്കെ പറഞ്ഞേ വിഷ്ണു ഓട്ടോയിലേക്ക് കയറണേ. എന്നാ ബാഗ് സീറ്റിലല്ല, താഴെ ഇരിക്കുന്നത്, അതുകൊണ്ട് വിഷ്ണു കണ്ടിട്ടില്ല. അങ്ങനെ കീ വെച്ചിട്ട് ആ ഓട്ടോ ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഇങ്ങനെ മടക്കി വെക്കുകയാണ്. രാഘവേട്ടൻ അപ്പോഴും വിഷ്ണുവിനോട് ശാലിനി വിളിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുക. അച്ഛൻ പറഞ്ഞ പോലെ ഒന്നുമല്ല, ഓട്ടോ ഉള്ളതാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ ഒരു കാറ് വരിക. ആരപ്പത് എന്ന് പറഞ്ഞേ ഇങ്ങനെ നോക്കുമ്പോൾ കമലനായിരിക്കും ആ കാറിന്ന് ഇറങ്ങി വരുന്നത്. കമലനെ കാണുമ്പോൾ ഇങ്ങനെ മടക്കി വെച്ചുകൊണ്ടിരുന്ന ആ കർട്ടൻ താഴേക്ക് തന്നെ ഇടാണേ. എല്ലാ ആശാനും ഒന്നിങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയട്ടെ. എന്താടാ എന്ന് വെച്ച് വിഷ്ണു അടുത്തേക്ക് ചെല്ലും. നീ എന്താ ടാക്സി ഓടിക്കാൻ തുടങ്ങിയോ? കമലൻ പറയും, ഇത് നിങ്ങളുടെ ഫാമിലി ടൂറിനായിട്ട് റെന്റിനെടുത്ത കാറാ. വിഷ്ണുക്ക് എന്ത് ഫാമിലി ടൂറാ എന്ന് വെച്ച് അന്തം വിട്ട് നിൽക്കുക. കമലൻ ചോദിക്കും, പിന്നെ അല്ലാതെ ബാക്കിയെല്ലാം അവിടെ സെറ്റായി കഴിഞ്ഞു, ഇനി താക്കോലും കൂടി ഏൽപ്പിച്ച എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു, പിന്നെ നിങ്ങളായി നിങ്ങളുടെ പാടായി, പിന്നെ ഉടനെ കൊണ്ടു ചെല്ലണം എന്ന് പറഞ്ഞ് ഏട്ടത്തിയമ്മ എന്നെ വിട്ടതാ. വിഷ്ണു കമലനെയും രാഘവേട്ടനെയും നോക്കിയിട്ട് പറയും, അല്ല, നിങ്ങൾ ഈ പറയുന്നതേ എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ, ആശാനും ഏട്ടത്തമ്മയും കുട്ടികളും കൂടെ ഒരു ടൂർ പോകുന്നു. എവിടേക്ക് എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ കമലൻ പറയും, എവിടേക്കാന്നൊന്നും എനിക്ക് അറിഞ്ഞോളൂ, ബാക്കി കാര്യങ്ങളൊക്കെ നേരിട്ട് ചെന്ന് ഏട്ടത്തിയമ്മയോട് ചോദിച്ചാൽ മതി, പറഞ്ഞുതരും. ഒന്ന് പോടാ അവിടുന്ന്, എനിക്ക് വേറെ പരിപാടി ഉണ്ട്, അവന്റെ ഒരു ടൂർ. എവിടേക്കാ? അവിടെ നിൽക്കാശാനെ എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ പിടിച്ചു വെക്കും. രാഘവേട്ടൻ ചോദിക്കും, അവിടെ നിന്നേ, നീ എന്താ ചവിട്ട് നാടകം കളിക്കാൻ പോവാണോ? നോക്ക്, വല്ലപ്പോഴും ഇതുപോലുള്ള പരിപാടികളിലൊക്കെ പങ്കെടുക്കണം, ആ കുട്ടികൾക്കൊരു സന്തോഷമായിക്കോട്ടെടാ. അപ്പൊ വിഷ്ണു പറയും, അച്ഛാ, ഓട്ടം പറഞ്ഞു കഴിഞ്ഞാൽ അത് പോകാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാ. രാഘവേട്ടൻ പോകാൻ വിടുന്നില്ല. എടാ, നിന്റെ ജീവിതത്തില് നിനക്ക് ഇന്നേ വരെ ഒരു സന്തോഷം കിട്ടിയിട്ടുണ്ടോ? നീയും ശാലിനിയും കൂടെ സന്തോഷത്തോടെ ഒരുമിച്ചൊരു യാത്ര എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ? ഇല്ലല്ലോ, എന്നും പ്രശ്നങ്ങൾ തന്നെ. എടാ, എല്ലാ കാര്യങ്ങളും ഭാര്യമാര് തുറന്നു പറയുന്നു വിചാരിക്കരുതേ, നമ്മളൂടെ അതൊക്കെ ചെയ്തു കൊടുക്കണം. നിന്റെ ഭാഗത്തുനിന്നൊരു ഇങ്ങനൊരു നീക്കം ഇല്ലാത്തതുകൊണ്ടാ ആ കൊച്ചു മുൻകൈ എടുത്ത് ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് നീ പോവുക തന്നെ വേണം കേട്ടോ. അല്ല അച്ഛാ, എനിക്ക് ഓട്ടണ്ടേ, അതിന് വരില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ. അപ്പൊ കമലൻ പറയും, ആശാനെ, 1-2 ദിവസം ഓട്ടോ ഓടിയില്ല വെച്ചിട്ട് ഒന്നും സംഭവിക്കില്ല, വന്നേ. എടാ, നീ എന്തൊക്കെയാ പറയുന്നേ? അപ്പോഴേക്കും വാ എന്ന് പറഞ്ഞ കമലൻ പിടിച്ച് വലിച്ച വിഷ്ണുവിനെ കാറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. എടാ, ഞാൻ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല, ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞ എങ്ങനെയാ? അതൊക്കെ ഉണ്ട്, കേറിക്കേ എന്ന് പറഞ്ഞ് കാറ് തുറന്ന് അതിനകത്തേക്ക് കയറ്റും. എന്നെ വീട്ടിലാക്കിയിട്ട് വേണം പോവാൻ എന്ന് പറഞ്ഞ് രാഘവേട്ടന് കവിളിലൊക്കെ പിടിച്ചൊരു യാത്ര പറഞ്ഞിട്ടാണ് കമലനും വിഷ്ണുവും കൂടെ അവിടെ നിന്ന് പോകുന്നത്. ആ ഓട്ടോയുടെ കീ ഇപ്പോൾ ഓട്ടോ തന്നെയുണ്ട്, അതുപോലെ ആ ആഭരണങ്ങൾ ഓട്ടോക്കകത്തും. അതൊന്നും ആരും ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ പോവാൻ തുടങ്ങുമ്പോൾ രാഘവേട്ടനോട് വിഷ്ണു പറയും, അച്ഛാ, വണ്ടിയുടെ കീ അതിനകത്ത്, അതൊക്കെ ഞാൻ എടുത്തു വെച്ചോളാടാ, നീ പോയി അടിച്ചു പൊളിച്ചിട്ട് വാ. ശരി എന്നാ എന്ന് പറഞ്ഞ് വിഷ്ണു കാറ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പോവാണ്. അത് നോക്കിയിട്ട് രാഘവേട്ടൻ വിചാരിക്കും, അങ്ങനെയെങ്കിൽ അങ്ങനെ 2 ദിവസം അവൻ സമാധാനമായിട്ട് ഇരിക്കട്ടെ. ആ ബാഗാണെങ്കിൽ ഇപ്പോഴും അതിനകത്ത് തന്നെ കിടപ്പുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിലെ സത്യയും പപ്പിയും കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളി റെഡി ആയിട്ട് നിൽക്കുക. ശാരദാമ്മ അപ്പോഴേക്കും പാല് കൊണ്ടുവന്നിട്ട്
ഇനി ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടല്ലേ, ഇത് കുടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു കൊടുക്കുക. കുട്ടികളാണെങ്കിൽ അത് കുടിക്കാൻ കൂട്ടാക്കുന്നില്ല. അതെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ ഞങ്ങൾ വഴിയിൽ നിന്ന് നിർത്തി കുടിച്ചോളാം, അതല്ല അതിന്റെ ഒരു രസം. ശാരദാമ്മ പറയും, അത് ശരി, ഇപ്പൊ അങ്ങനെയായോ, എങ്കിലും ശാരദാമ്മയുടെ സമാധാനത്തിന് ഓരോ കവിള് കുടിച്ചാൽ മതി എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കൊടുക്കുമ്പോൾ അവർ വാങ്ങിച്ചു കുടിക്കും. പിന്നെ ശാരദാമ്മയാണെങ്കിൽ കുട്ടികളോട് ഇങ്ങനെ ശ്രദ്ധിക്കണം, അച്ഛനും അമ്മയും ഇല്ലാതെ പോവരുത്. അപ്പോഴേക്കും അവർ പറയും, മതി മതി, കുറേ സമയമായിട്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ശാരദാമ്മ അടുത്തത് പറയാൻ തുടങ്ങുമ്പോഴേക്കും, അതെ കാട്ടിലേക്ക് പോരുതെന്നല്ലേ ഇതും പറഞ്ഞതാ. അപ്പൊ ശാരദാമ്മ രണ്ടുപേരെയും നോക്കിയിട്ട് പറയും, ടൂറിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ രണ്ടാളുടെയും ക്ഷീണമൊക്കെ മാറി, വേഗം കുടിക്കി പോണ്ടേ. അപ്പോഴേക്കും ശാലിനി അനുവിനെ വിളിച്ച് എന്തെങ്കിലും അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ ഫോൺ ചെയ്യേ മെസ്സേജ് അയക്കുകയോ ചെയ്യണേ. അനു പറയും, മാഡം പിന്നെ ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഒരു പ്രശ്നമുണ്ട്, ഫോണിൽ റേഞ്ച് കിട്ടില്ല, ഇനി എന്തെങ്കിലും മെസ്സേജ് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ റിസോർട്ടിൽ പറഞ്ഞാൽ മതി, അവരെന്നെ അറിയിച്ചോളും. ശാലിനി പറയും, ശരി അനു, ഓക്കെ മാഡം, നല്ലൊരു യാത്ര ആശംസിക്കുന്നു, താങ്ക് യു. അങ്ങനെ അവരാ സംഭാഷണം നിർത്തുമ്പോഴേക്കും വിഷ്ണു കാറിൽ അങ്ങോട്ട് വരിക. വിഷ്ണു വരുന്നത് കാണുമ്പോൾ തന്നെ കുട്ടികൾ പുറത്തേക്ക് ഓടി വരും. ശാരദാമ്മയും വരുന്നുണ്ട്. ശാലിനി ഇങ്ങനെ വിഷ്ണുവിനെ നോക്കുകയാണെ. വിഷ്ണു ആണെങ്കിൽ കുട്ടികളുടെ വേഷമൊക്കെ കണ്ടേ ഇങ്ങനെ ചിരിച്ചുകൊണ്ട്, എന്താ ഇതൊക്കെ, കൂളിംഗ് ഗ്ലാസും കൊള്ളാലോ. പപ്പി പറയും, നമ്മളെ പൊന്മുടിയിലേക്കാ പോകുന്നത്, അതിനു മുന്നേ വാട്ടർ തീം പാർക്കിലും പോകുന്നുണ്ട്. വിഷ്ണു പറയും, ആണോ, ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. എന്റെ ശാലിനി, ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മുൻകൂട്ടി എന്നോട് പറയണ്ടേ, എനിക്കാണെങ്കിൽ ഓട്ടോ ഉള്ളതായിരുന്നു, രാവിലെ അച്ഛൻ്റെ അടുത്തുനിന്ന് ബേഷായിട്ട് കിട്ടുകയും ചെയ്തു. അല്ല പിന്നെ. അപ്പൊ ശാലിനി പറയും, അതെ അനു, റൂമിന്റെ കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്തിട്ട് വിഷ്ണുവേട്ടന്റെ അടുത്ത് പറയാന്നാ കരുതിയത്, പിന്നെ എല്ലാം റെഡി ആയിട്ട് വന്നപ്പോ കുറച്ച് ലേറ്റ് ആയി പോയി. പിന്നെ ഇന്നലെ ഒറ്റ രാത്രിയുടെ ആലോചനയിലാണല്ലോ ഇങ്ങനൊരു യാത്ര തന്നെ ഉണ്ടായത്, അതിനാദ്യം അമ്മയോടെ നന്ദി പറയേണ്ടത്. ശാരദാമ്മ പറയും, ഇതറിഞ്ഞപ്പോ തന്നെ കുട്ടികളുടെ സന്തോഷം കണ്ടോ നിങ്ങള്, ഇവരുടെ സന്തോഷം കാണാനല്ലേ മോളെ നമ്മളൊക്കെ ജീവിക്കുന്നത്, അല്ല മോനെ. വിഷ്ണു പറയും, അത് ശരിയാ, കുട്ടികൾ മാത്രല്ല അവർക്കൊപ്പം ഞങ്ങൾ മുതിർന്നവരും കുറച്ച് സന്തോഷിക്കും അല്ലേ, ഭാഗ്യം എന്നൊക്കെ പറയണവരെ. വിഷ്ണുയ്ക്കും, അല്ല ഈ കളക്ടർ ഇങ്ങനെ ടൂർ പോകുന്നതിന് പ്രോട്ടോകോൾ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് കളിയാക്കുന്ന രീതിയിലാണ് ചോദിക്കുന്നത്. ശാലിനി പറയും, നമുക്ക് ഇറങ്ങാൻ നോക്കാം, സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടിയിൽ വെക്കണം എന്ന് പറഞ്ഞെടുക്കാൻ പോകുമ്പോൾ വിഷ്ണുയ്ക്കും, അല്ല ഡ്രസ്സ് മാത്രമല്ലേ ഉള്ളൂ, വേറൊന്നുമില്ലല്ലോ. അപ്പൊ ശാലിനി പറയും, വിശ്രമ സമയം ആനന്ദമാക്കാൻ ട്രാവൽ ടെന്റ്. വിഷ്ണു അറിയാം, അത് ശരി, അപ്പൊ എല്ലാം കരുതിയിട്ടുള്ള യാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുക അമ്മയും മക്കളും. ശാലിനി പറയും, പിന്നല്ലാതെ. വിഷ്ണുവേട്ടന്റെ ഡ്രസ്സൊക്കെ പാക്ഡാണ്, മാറിയിട്ട് പോകും. വിഷ്ണു അറിയും, അയ്യോ തൽക്കാലം ഇതൊക്കെ മതി, പിന്നെ അവിടെ ചെന്നിട്ടുള്ള കാര്യല്ലേ, അതൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് അപ്പം നോക്കാം അല്ലേടാ എന്ന് കടുപ്പിച്ച് ചോദിക്കുമ്പോ കുട്ടികള് എന്ന് പറഞ്ഞ് തംസപ്പൊക്കെ കാണിച്ച് എല്ലാവരും നല്ല സന്തോഷത്തിലാ. ഈ സന്തോഷം കാണുമ്പോ ശാലിനി പറയും, ഇത് കുറച്ച് നേരത്തെ വേണമായിരുന്നു എന്നാ എനിക്കിപ്പോ തോന്നുന്നത്, ഇതുപോലുള്ള യാത്ര ഇടയ്ക്കൊക്കെ വേണം അല്ലേ അമ്മേ. ശാരദാമ്മ തലയാട്ടും, പിന്നെ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ അമ്മയും വരണം. ശാരദാമ്മ പറയും, അതൊക്കെ നമുക്ക് ആലോചിക്കാം, ഇപ്പൊ നിങ്ങൾ പോയിട്ട് വാ, നോക്കി നിൽക്കാതെ വന്ന് ഹെൽപ്പ് ചെയ്യും മാഷേ. അങ്ങനെ വിഷ്ണു പറയും, പറയണ്ടേ എന്ന് പറഞ്ഞ് പെട്ടിയെടുക്കാൻ പോവും. അല്ല ഇതെന്തൊരു വെയിറ്റാ ഇത്, നമ്മളിങ്ങോട്ട് തിരിച്ചു വരുന്നില്ലേ, തൽക്കാലം എടുത്ത് പൊക്ക് എന്ന് പറഞ്ഞ് ടെന്റ് കെട്ടാനുള്ളതും 2 ബാഗും എല്ലാം എടുത്ത് ശാലിനിയും വിഷ്ണു കൂടെ കാറിൽ കയറ്റാൻ പോകുമ്പോ കുട്ടികളോട് പറയുന്നുണ്ട്, നിങ്ങൾ നോക്കി നിന്നട്ടാ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പ്രണയത്തോടു കൂടി എല്ലാം റെഡിയാക്കണേ. ശാരദാമ്മ ഒന്നുകൂടെ കുട്ടികളോട് പറയും, അതെ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, അച്ഛന്റെയും അമ്മയുടെയും അടുത്തുനിന്ന് എങ്ങോട്ടേക്കും പോവരുത്, സൂക്ഷിച്ചു പോണം. കുട്ടികൾ പറയും, ഓ ശരി ശാരദാമ്മേ. അങ്ങനെ ശാലിനിയും യാത്ര പറയണേ. കുട്ടികള് ശാരദാമ്മയ്ക്ക് ഉമ്മ കൊടുക്കും. ശാരദാമ്മയും, ഞങ്ങൾ പോയിട്ട് വരുമ്പോ ശാരദാമ്മയ്ക്ക് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരാറേ ഓ എന്ന് ശാരദാമ്മ പറയുമ്പോ അവര് തന്നെ പറയും, ചിലപ്പോ മറന്നുപോവേ. അപ്പൊ ശാരദാമ്മ പറയും, മറന്നാ അടി ഇട്ടുവേ. അങ്ങനെ വിഷ്ണു യാത്ര പറഞ്ഞ് കാറിൽ കയറി ശാരദാമ്മയ്ക്ക് എല്ലാവരും ടാറ്റയൊക്കെ കൊടുത്ത് അവിടുന്ന് പോവാണ്. അവിടുന്ന് കെട്ടിയിട്ട് പിന്നീട് കാണിക്കുന്നത് നൂർജഹാൻ അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അനൂപിന്റെ കോളിനായിട്ട്. അനൂപും ഫ്രണ്ടും പറഞ്ഞ സ്ഥലത്ത് തന്നെ വെയിറ്റ് ചെയ്യണേ. എടാ കാണുന്നില്ലല്ലോ. അനു പറയും, മെസ്സേജ് ചെയ്ത് നോക്കാം, ഐ എം വെയിറ്റിംഗ് എന്നുള്ള ആ മെസ്സേജ് കാണുമ്പോൾ തന്നെ നൂർജഹാൻ തിരിച്ച് അനൂപിനെ കോൾ ചെയ്യും. അനു പറയും, വിളിക്കണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാ മെസ്സേജ് ചെയ്തത്. അപ്പോൾ നൂർജഹാൻ പറയും, ഇവിടെ ഇപ്പോൾ ആരുമില്ല, അവർ രണ്ടുപേരും, മാമി മാത്രമേ ഉള്ളൂ, എനിക്ക് പേടിയുണ്ട്, എന്നാലും ഞാൻ വരാം. അങ്ങനെ ആ കോള് കട്ട് ചെയ്തിട്ട് നൂർജഹാൻ ബാഗൊക്കെ എടുത്ത് നേരെ ബാപ്പച്ചിയുടെ അടുത്തേക്ക് പോവും. സുബൈർക്കയുടെ അടുത്ത് കരഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറയണേ. ബാപ്പച്ചിയുടെ അനുഗ്രഹത്തോടു കൂടി എനിക്ക് പോണം, ഞാന് ബാപ്പച്ചി അറിയാതൊരു തെറ്റ് ചെയ്യാൻ പോവാ, അതറിഞ്ഞാല് എന്നെ വെറുക്കരുത്, ബാപ്പച്ചിയുടെ അനുഗ്രഹത്തോടു കൂടെ മുന്നിൽ നിന്ന് നടത്തണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞ് കാലിലൊക്കെ തൊട്ടിട്ട് അവിടുന്ന് സങ്കടത്തോടെ ഇറങ്ങുന്നത്. റൂമിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് വീണ്ടും സുബൈദയെ നോക്കുന്നുണ്ട്. അപ്പോൾ സുബൈദ അവിടെ നിൽക്കുന്നുണ്ട്. മാമി എന്ന് വിളിച്ചടുത്തെല്ലുമ്പോ സുബൈദ പറയും, നീ എന്തിനു പോകുന്നു, എങ്ങോട്ട് പോകുന്നു എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല, എവിടെ പോയാലും കാര്യങ്ങൾ തീർത്തിട്ട് പെട്ടെന്ന് വരണം. മാമീന്റെ അവിടുത്തെ അവസ്ഥ അറിയാലോ. നൂർജാൻ എന്ന് തലയാട്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങാണേ. അങ്ങനെ സ്കൂട്ടിയിൽ കയറി സ്കൂട്ടി തിരിച്ചു പോകാൻ തുടങ്ങുമ്പോഴായിരിക്കും നസീറും ബാപ്പയും കൂടെ അങ്ങോട്ട് വരുന്നത്. ഇവരെ കാണുമ്പോൾ ഒരു ഭയമുണ്ട്. അവർ നേരെ വന്നിട്ട് വയ്ക്കും, നീ എവിടെ പോകുന്നു? നൂർജഹാൻ പറയും, ഞാൻ കോളേജിലേക്ക്.
അപ്പോൾ നസീറിന്റെ ഉപ്പ പറയും നീ എങ്ങോട്ടും പോകുന്നില്ല. അപ്പോഴേക്കും ശബ്ദം കേട്ട് സുബൈദയും അങ്ങോട്ട് വരും. സുബൈറിന്റെ ഉപ്പയ്ക്കും നിക്കാഹ് കഴിയുന്നത് വരെ ഇവളെങ്ങോട്ടും വിടരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേടി. അത് കോളേജിൽ എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞോണ്ട്. എന്താ അത്യാവശ്യം? എല്ലാം ഇവളുടെ അടവാ. അവൻ എവിടെയോ വന്ന് നിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് നസീർ പറയുമ്പോ നൂർജഹാൻ പറയും എനിക്ക് പോണം എന്ന് പറഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴേക്കും നസീർ ആ കീ എടുക്കും. വാടി ഇങ്ങോട്ടെ എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ച് റൂമിൽ അകത്ത് കൊണ്ടുപോയി ഇടാ. അവളുടെ ഒരു ബാഗും പത്രാസും എന്ന് പറഞ്ഞ് ആ ബാഗും വാങ്ങിക്കുന്നുണ്ട്. അതിനകത്തായിരുന്നു മൊബൈൽ. എന്നിട്ട് ആ ഡോറങ്ങ് ലോക്ക് ചെയ്യും. നൂർജഹാൻ ആകെ ലോക്കായിരിക്കുകയാണ് ഇപ്പൊ അവിടെ കിടന്നോണം. കുടുംബം തകർക്കാനുള്ള പോക്കാണെങ്കിലേ നീ ഇനി ഇതിനകത്ത് തന്നെ കിടക്കും. പുറം ലോകം കാണണമെങ്കിലേ ഞങ്ങളിൽ ആരെങ്കിലും കനിയണം. നൂർജഹാന് അകത്ത് പൊട്ടിക്കരഞ്ഞിരിക്കുകയാണ് അവിടെ. എന്നിട്ട് ആ ബാഗും ഫോണും ഒക്കെ കയ്യിലുണ്ടല്ലോ. സുബൈദിനോട് പറയും പട്ടിണി കിടക്കട്ടെ 2 ദിവസം. അവളുടെ ഒരു ഫോണ് പകുതി പ്രശ്നം ഉണ്ടാക്കുന്നത് ഇതാണ് എന്ന് പറഞ്ഞ് അത് സോഫയിലേക്ക് ഇട്ടിട്ട് അയാൾ അവിടെ നിന്ന് പോവാണേ. നൂർജഹാൻ ആണെങ്കിൽ സങ്കടത്തോടു കൂടെ അവിടെ ഇങ്ങനെ പൊട്ടിക്കരയാണേ. അനൂപാണെങ്കിൽ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഇപ്പൊ നടന്ന സംഭവങ്ങളൊന്നും അനൂപ് അറിഞ്ഞിട്ടില്ലല്ലോ. നൂർജഹാനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. അപ്പോൾ ഇനിയിപ്പോ ആ രജിസ്റ്റർ മാരേജ് നടക്കാൻ ഒരു ചാൻസും ഇല്ല. എന്തായാലും മാമിയായി അവരറിയാതെ ഫോണ് നൂർജഹാനെ കൊടുക്കുന്നുള്ള കാര്യം ഉറപ്പാ. അതുവഴി അനൂപിന് വിവരങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. വേറൊരു പ്ലാൻ അവർ തയ്യാറാക്കുമെന്ന് തോന്നുന്നു. പിന്നീട് കാണിക്കുന്ന നെക്സ്റ്റ് പ്രൊമോയിലുള്ളത് വിഷ്ണു ശാലിനിയും മക്കളും കൂടിയുള്ള അടിപൊളി വിനോദയാത്രയാണ് കേട്ടോ. അവരിങ്ങനെ വാട്ടർ തീം പാർക്കിലുള്ള കളിക്കുന്നതും അവിടെയുള്ള റൈഡ്സിലൊക്കെ കയറുന്നതും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഭാഗത്തിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്